അടുത്ത നമുക്ക് ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഷിഫ്റ്റ് 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ തന്നിട്ടുണ്ട് അല്ലെ. സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിന്റെ ഫോർമുല എന്താണ്? 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെയും കുട്ടികൾ എല്ലാവരും പറയും സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈക്വൽ ടു എത്രയാണ്? 2πr അല്ലെ. 2πr ഈക്വൽ ടു എത്രയാണ്? 40π. 2πr equal to 40π, pi cancel, 2 cancel, r equal to 20 centimeter. Simple question. Circumference എന്നിട്ട് റേഡിയസ് ചോദിച്ചിരിക്കുന്നു അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത എന്താണ്? ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് ₹8,500 അല്ലെ. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് ₹8,500. എത്രയാണ് റേറ്റ്? 9% ആണ് റേറ്റ്. 2 വർഷത്തേക്കാണ്. അപ്പൊ 9% ആണെങ്കിൽ നമുക്കപ്പോ ഫ്രാക്ഷൻ ആക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സക്സസീവ് ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ എഫക്റ്റീവ് പെർസെന്റേജ് കണ്ടുപിടിക്കുക. അപ്പൊ എഫക്റ്റീവ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നതിന്റെ ഫോർമുല X%ഉം Y%ഉം കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? നമ്മൾ X plus Y plus XY by 100 ആയിരിക്കും നമ്മുടെ എഫക്റ്റീവ് പെർസെന്റേജ് അല്ലെ. അപ്പൊ നമ്മൾ 9 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 9 plus 9 into 9 by 100 equal to 18.81% എന്ന് പറയും എഫക്റ്റീവ് പെർസെന്റേജ്. അപ്പൊ 2 വർഷത്തേക്ക് 9% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 18.81% അല്ലെ. 18.81%. ഇനിയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് 8500 into 18.81 by 100 ചെയ്താൽ മതി. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. യൂണിറ്റ് ഡിജിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 1 into 5, ലാസ്റ്റ് ഓപ്ഷൻ 5 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഇനി അപ്രോക്സിമേറ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്രോക്സിമേറ്റ് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി എഫക്റ്റീവ് പെർസെന്റേജ് ഈ സാധനമൊക്കെ എങ്ങനെയാ വന്നതെന്നൊക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്ലാസ്സിനകത്ത് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. വേറെ കുറെ മെത്തേഡ് ഉണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. ട്രീ മെത്തേഡ് അങ്ങനെ പറയുന്ന കുറെ സാധനങ്ങൾ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടൈം ആൻഡ് വർക്ക് എന്നാണല്ലേ. ടൈം ആൻഡ് വർക്ക് ഇതും LCM മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. A and B എത്ര ദിവസം കൊണ്ട് പണി ചെയ്യുന്നു? 3 ദിവസം കൊണ്ട് പണി ചെയ്യുന്നു. അടുത്തത് B and C എത്ര ദിവസം കൊണ്ട് പണി ചെയ്യുന്നു? 4 ദിവസം കൊണ്ട് പണി ചെയ്യുന്നു. അടുത്തത് A and C did same work. A and C എത്ര ദിവസം കൊണ്ട്? 6 ദിവസം അല്ലെ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? 3ന്റെയും LCM എടുക്കുക. LCM എത്ര വരും? 3, 4, 6ന്റെ LCM എത്രയാണ്? 12 ആണല്ലേ. LCM എങ്ങനെയാ കണ്ടുപിടിക്കുന്നതൊക്കെ പറയാട്ടോ. 12 ആവുമ്പോൾ 3 വരുമ്പോൾ ഇവൻ ഒരു ദിവസം 4 പണി ചെയ്യും. 4 ആവുമ്പോൾ ഇവൻ ഒരു ദിവസം 3 പണി ചെയ്യും. 6 ആവുമ്പോൾ ഇവൻ ഒരു ദിവസം 2 പണി ചെയ്യും അല്ലെ. അതൊക്കെ എന്തായിരിക്കും? അതിനൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞൊരു സാധനം? എഫിഷ്യൻസി അല്ലെ. എഫിഷ്യൻസി അതായത് എയുടെ എഫിഷ്യൻസി 4 ആയിരിക്കും. B plus C യുടെ എഫിഷ്യൻസി 3 ആയിരിക്കും. A plus B യുടെ എഫിഷ്യൻസി 4 ആയിരിക്കും. A plus C യുടെ എഫിഷ്യൻസി 2 ആയിരിക്കും അല്ലെ. അപ്പൊ എഫിഷ്യൻസി എല്ലാം കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ A plus B, B plus C, C plus A. അപ്പൊ 2 into A plus B plus C എന്ന് വരും അല്ലെ. ഇതെല്ലാം 2 വട്ടം ആഡ് ആവുന്നുണ്ട് അല്ലെ. ഈക്വൽ ടു നമുക്ക് എഫിഷ്യൻസി 4, 3, 7, 2, 9 എന്ന് വരും. സോ A plus B plus C യുടെ എഫിഷ്യൻസി ഈക്വൽ ടു എത്രയാണ്? 9/2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? How many days will A take to complete the same work? അപ്പൊ നമുക്ക് A യുടെ എഫിഷ്യൻസി വേണം. ടോട്ടൽ വർക്ക് നമുക്ക് ഓൾറെഡി ഉണ്ട്. എയുടെ എഫിഷ്യൻസി വേണം. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A എത്ര ദിവസം കൊണ്ട് പണി ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ എയുടെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? A plus B plus C യുടെ എഫിഷ്യൻസി 9/2 തന്നിട്ടുണ്ട്. B plus C യുടെ എഫിഷ്യൻസി നമുക്കറിയാം 3. എയുടെ എഫിഷ്യൻസി കിട്ടിയില്ലേ. അപ്പൊ എയുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ A plus B plus C യിൽ നിന്ന് ഈ B plus C കുറച്ചു കഴിഞ്ഞാൽ 9/2 minus 3 എത്രയാണ്? 3/2 എന്ന് വരും അല്ലെ. 3/2 എന്ന് വരുവാണെങ്കിൽ A എത്ര ദിവസം കൊണ്ട് പണി ചെയ്യുന്നു? ടോട്ടൽ വർക്ക് 12 ഡിവൈഡഡ് ബൈ എയുടെ എഫിഷ്യൻസി 3/2 2 മോളിൽ വരും അല്ലെ. എത്ര ഡേയ്സ് ആണ്? 8 ഡേയ്സ് കൊണ്ട് A ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. 2 ട്രെയിൻസ്, ഒന്ന് ജനശതാബ്ദി, ഒന്ന് കേരള എക്സ്പ്രസ്. 2 ട്രെയിൻസ് അടിച്ചുവിട്ട് വരികയാണ് 90 km/h. 90 km/hലും
70 കിലോമീറ്റർ പെർ അവറിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. രണ്ട് ഓപ്പോസിറ്റ് ദിശയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പി ആൻഡ് ക്യൂ ടുവേർഡ്സ് ഈച്ച് അതർ ആണ്, ടുവേർഡ്സ് ഈച്ച് അതറിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബോത്ത് ദ ട്രെയിൻസ് മീറ്റ് when one train has covered, കാരണം ഒരാൾ 90 കിലോമീറ്റർ പെർ അവറിലും ഒരാൾ 70 കിലോമീറ്റർ പെർ അവറിലുമാണ് പോകുന്നതെങ്കിൽ ഇവൻ എന്തായാലും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടാവും അല്ലെ. കാരണം 90 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു എന്നാണ് അല്ലെ. ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ, ഇവൻ ഒരു മണിക്കൂറിൽ 70 കിലോമീറ്റർ അല്ലെ. അപ്പൊ ഒരു മണിക്കൂറിൽ 90 കിലോമീറ്റർ ഇവൻ ട്രാവൽ ചെയ്യുന്നു, ഒരു മണിക്കൂറിൽ 70 കിലോമീറ്റർ ഇവൻ ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വ്യത്യാസം? 20 കിലോമീറ്റർ അല്ലെ. 20 കിലോമീറ്റർ വ്യത്യാസം ഈ ട്രെയിൻ ഉണ്ടാക്കുന്നു അല്ലെ. 20 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാക്കുന്നു. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? Both the train meet when one train has covered 130 kilometer more distance than the other. അതായത് ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് എവിടെയോ വെച്ച് മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്ത സമയത്ത് സ്പീഡ് കൂടുതൽ ഉണ്ടായിരുന്ന ട്രെയിൻ മറ്റവനേക്കാൾ 130 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചു അല്ലെ. കാരണം അവന് സ്പീഡ് കൂടുതലുള്ളതുകൊണ്ടാണ് അവൻ കൂടുതൽ സഞ്ചരിച്ചത്. അപ്പൊ അവൻ ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ സഞ്ചരിക്കുമെങ്കിൽ ആ 130 കിലോമീറ്റർ ഇവര് തങ്ങളിൽ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എത്ര മണിക്കൂർ എടുക്കും? അതല്ലേ അവരുടെ മീറ്റിംഗ് ടൈം. കാരണം അത്രയും സമയമല്ലേ രണ്ടുപേരും ഒരുപോലെ എടുത്തത് വന്ന് മീറ്റ് ചെയ്യാൻ. അപ്പൊ അത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പം ഈ മണിക്കൂറിൽ കൊണ്ട് എത്ര വരും? 130 into 1/2 20 = 6.5 hours എന്ന് വരും. 6.5 hours എന്ന് വരും. ഇനി ഇതിനകത്ത് ഇത് നമ്മൾ റിലേറ്റീവ് സ്പീഡ് വെച്ചിട്ടാണ് ചെയ്തത്. അതായത് 130 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി 20 കിലോമീറ്റർ ഒരു മണിക്കൂർ എടുക്കുന്നെങ്കിൽ 130 കിലോമീറ്റർ അവന്മാർ ട്രാവൽ ചെയ്യാൻ വേണ്ടി 6.5 hours എടുക്കും. ഇനി നമുക്ക് വേറൊരു മെത്തേഡോടെ ഞാൻ ജസ്റ്റ് പറഞ്ഞേക്കാം. അതായത് റേഷ്യോ മെത്തേഡ്. നമുക്ക് എങ്ങനെ ചെയ്യാം? കാരണം ഇവിടെ ടൈം സെയിം ആണല്ലേ. ഇവിടെ രണ്ടുപേരും വരുന്ന ടൈം സെയിം ആണ്. ടൈം സെയിം ആണെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ റേഷ്യോ എന്താണ്? സ്പീഡിന്റെ റേഷ്യോ, രണ്ടുപേരുടെയും സ്പീഡിന്റെ റേഷ്യോ 9:7 ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്തായിരിക്കും? 9:7 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ റേഷ്യോയ്ക്കകത്ത് പറയും കേട്ടോ. 9:7 ആയിരിക്കും. ഇനി രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒരാൾ കൂടുതൽ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. ഒരുത്തൻ 9 ഡിസ്റ്റൻസും ഒരുത്തൻ 7 ഡിസ്റ്റൻസും ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഈ 2 പാർട്ട് ആയിരിക്കും 130 കിലോമീറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ 1 പാർട്ട് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 65 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എങ്ങാനും ഇനിയുള്ള TCSന്റെ ഇനിയുള്ള ക്വസ്റ്റ്യൻസിന് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രെയിൻ എത്ര ട്രാവൽ ചെയ്തു? 9 into 65 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. സെക്കൻഡ് ട്രെയിൻ എത്ര ട്രാവൽ ചെയ്തു? 7 into 65 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ. ഈ ഡിസ്റ്റൻസിന്റെ കാര്യമൊക്കെ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ ടൈം കണ്ടുപിടിക്കാം. അതിനകത്തോട്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ റേഷ്യോ 8:11. 8 ആയിരുന്ന പ്രൈസ് 11 ആയെന്നാണ് പറയുന്നത്. ഇൻക്രീസ്ഡ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്. അതായത് കൂടിയ വില തന്നിട്ടുണ്ട്. 11 പാർട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 33,000. 8 പാർട്ടാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. 11 പാർട്ട് 33,000 ആണ്. ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 8,000 അല്ലേ. അങ്ങനെയാണ് 11 പാർട്ട് 3,000 അല്ലേ. സോറി, 11 പാർട്ട് 33,000 ആണ്. ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ 3,000. അപ്പൊ 8 പാർട്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 8 into 3,000 = 24,000. അടുത്ത ക്വസ്റ്റ്യൻ, if a value changes from 35600 to 34888 34888 അങ്ങനെയാണെങ്കിൽ എത്രയാണ് പെർസെന്റേജ് ചേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് ജസ്റ്റ് ഒരു പെർസെന്റേജ്, 2 വാല്യൂ വന്നിട്ട് അതിന്റെ പെർസെന്റേജ് ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പെർസെന്റേജ് എന്നൊക്കെ ചോദിച്ചേക്കുന്നത്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് എത്ര കുറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോലെ. 88ന്റെ കൂടെ ഒരു 12 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 900 ആയി അല്ലെ. 900ന്റെ കൂടെ ഒരു 100 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ആയി? 35,000 ആയി. 35,000ന്റെ കൂടെ ഒരു 600 രൂപ കൂട്ടണം. അപ്പൊ 100ഉം 600ഉം 112 എന്ന് പറയുമ്പോൾ 712 ആണ് ഡിഫറൻസ് അല്ലെ. 712 ആണ് ഡിഫറൻസ് എങ്കിൽ 712 ഡിവൈഡഡ് ബൈ 35,600 into 100 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതല്ലേ പെർസെന്റേജ് ചേഞ്ച്. നമുക്ക് കാണുമ്പോഴേ അറിയാം എത്രയാണ്? 2 ടൈംസ് ആണ്. അപ്പൊ 2% ആൻസർ വരും.
സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കട്ട് ചെയ്ത് റേഷ്യോ ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 3 cot square x minus 7 cosec square x plus 7 equal to 0. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് അല്ല, ക്വസ്റ്റിനകത്ത് ചെറിയൊരു തിരുത്തുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോട്ട് എക്സ് ആയിരുന്നു ചോദിച്ചിരുന്നത് കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോട്ട് എക്സ് ആയിരുന്നു ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് നമ്മുടെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ കൊടുത്താൽ മതി. എന്താണ്? ഒന്നും കോട്ടും കൊസീക്ക് നമ്മൾ പഠിക്കുന്ന സാധനമാണ്. നമ്മളെ ടീച്ചർമാർ പഠിപ്പിക്കില്ലേ? ഒന്നും കോട്ടും കൊസീക്ക് 1 plus cot square x equal to cosec square x. അതുപോലെ തന്നെ 1 plus tan square x equal to sec square x. ചിലപ്പോൾ നാളെയൊക്കെ എക്സാമിന് ഈ ഒരു സാധനമായിരിക്കും വരുന്നത്. ഓക്കെ, 1 plus cot square x equal to cosec square x ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് cot square x ന് വരെ ആ സാധനം കൊടുത്താൽ മതി അല്ലേ? അല്ല, cosec square x ന് വരെ ആ സാധനം കൊടുക്കാം. നമുക്ക് -7 into cosec square x ന് വരെ കൊടുക്കാം 1 plus cot square x. 1 plus cot square x plus 7 equal to 0. അപ്പൊ എന്ത് വരും? 3 cot square x minus 7 cot square x plus 7 equal to 0 എന്ന് വരും. 7ഉം -7 കൂടെ ക്യാൻസൽ ആയി പോകും അല്ലേ? 3 cot square x minus 4 cot square x equal to 0 എന്ന് വരും കേട്ടോ. അതായത് cot x equal to 0 എന്ന് വരും ആൻസർ. 4 cot square x equal to 0 എന്ന് വരും. cot x equal to 0 എന്നാണ് വരുന്നത്. cot x ആണ് ചോദിച്ചിരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഓപ്ഷന്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഓപ്ഷനകത്ത് 0, 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ എടുത്ത് ഇതിനകത്ത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, കാരണം നമുക്ക് ഓപ്ഷൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതെല്ലാം മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത്രയും കളക്ട് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തരുന്നത് നമ്മൾ ആ ഒരു എഫോർട്ടാണ് ഇത് ഇടുന്നത്. അപ്പൊ നിങ്ങൾ തിരിച്ചൊരു എഫോർട്ട് നമുക്ക് ഇടുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് എത്തിക്കുക. എക്സാം എഴുതുന്ന നമ്മുടെ ഈ കേരളത്തിൽ എന്തായാലും 1.5 ലക്ഷം 2 ലക്ഷം പേരെങ്കിലും എഴുതുന്നുണ്ടാവും CHSL എക്സാം. അപ്പൊ എത്രയും പേരിലൊന്ന് എത്തിക്കുക ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, എല്ലാവർക്കും ഒന്ന് ബെനിഫിറ്റ് ആയിക്കോട്ടെ. നോർത്ത് ഇന്ത്യക്കാരന്മാരല്ലേ ജോലി മൊത്തം കൊണ്ടുപോകുന്നത്, മലയാളികൾക്കും വേണ്ടേ ജോലി? അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 cot x plus 2 tan x equal to 5. എന്താണ് ചോദിച്ചിരിക്കുന്നത്? 9 cot square x plus 4 tan square x ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആക്ച്വലി ട്രിഗണോമെട്രിയും ആൾജിബ്രയും കൂടെ മിക്സ് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഈ tan x എന്ന് ജസ്റ്റ് ഞാൻ x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമുക്ക് 3x plus 2/x ആണ് ഈ സാധനം. 3x plus 2/x equal to 5 ആണ് നമുക്ക് ഈ സാധനം തന്നിരിക്കുന്നത്. നമുക്ക് ആൾജിബ്രയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ആൾജിബ്രയെ നിങ്ങൾക്ക് പഠിപ്പിക്കും കേട്ടോ. ഇത് പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി കണ്ടുപിടിക്കാൻ? 9 cot square x plus 4 tan square x ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ സാധനത്തിന് ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് അത് കിട്ടും. കാരണം ടാനും കോട്ടും ആയതുകൊണ്ട് ആ 2ab അത് വെട്ടിപ്പോവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ എല്ലാ സാധനവും കിട്ടും. അപ്പൊ നമുക്ക് കിട്ടേണ്ട സാധനം ഇനി 9 cot square x plus 4 tan square x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഞാൻ ജസ്റ്റ് കൃഷ്ണൻകുട്ടി അല്ലെങ്കിൽ കെ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 5 square equal to 25 equal to 9 cot square x plus 4 tan square, അത് നമ്മുടെ k അല്ലേ, പ്ലസ് 2 into 3 cot x into 2 tan x. ഇതല്ലേ നമ്മുടെ ഫോർമുല? a plus b the whole square അല്ലേ നമ്മൾ ഇപ്പോ ചെയ്തത്? a plus b the whole square equal to a square plus b square. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് 2ab. ആ 2ab എന്ന് പറയുമ്പോൾ 2 into 3 cot x into 2 tan x. cot x ഉം tan x ഉം എന്തായി പോയി? വെട്ടിപ്പോയി. അപ്പൊ k equal to എന്ത് വന്നു? 25 minus 12 equal to 13 എന്ന് വരും. ഓക്കെ, അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. എന്താണ്? sin 30യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? sin 60യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാവോ? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഈ sin 60യുടെയും sin 30യുടെയും വാല്യൂ ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എന്താണ് sin 30യുടെ വാല്യൂ? sin 30 equal to 1/2 ആയിരിക്കും. sin 60യുടെ വാല്യൂ
സൈൻ 60 ഈക്വൽ ടു √3/2 ആയിരിക്കും. സൈൻ 45ന്റെ വാല്യൂ സൈൻ 45ന്റെ വാല്യൂവും കോസ് 45ന്റെ വാല്യൂവും ഒന്ന് തന്നെയായിരിക്കും, 1/√2. ഓക്കെ, ഇനി സൈൻ 30യുടെ വാല്യൂ 1/2 ആണെങ്കിൽ അത് തന്നെയായിരിക്കും എന്ത്, കോസ് 60യുടെ വാല്യൂ. ഇനി സൈൻ 60യുടെ വാല്യൂ √3/2 ആണെങ്കിൽ അത് തന്നെയായിരിക്കും എന്ത്, കോസ് 30 ഡിഗ്രിയുടെ വാല്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇനി ടാൻ 30യുടെ വാല്യൂ പറഞ്ഞേ. ടാൻ 30യുടെ വാല്യൂ 1/√3. ടാൻ 60യുടെ വാല്യൂ √3. ടാൻ 45ന്റെ വാല്യൂ 1. ഇനിയും കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 15 ഡിഗ്രിയുടെ വാല്യൂ എത്ര വരും, √3 മൈനസ് 1/2√2. സൈൻ 75 ഡിഗ്രിയുടെ വാല്യൂ √3 പ്ലസ് 1/2√2. ഇത്രയും കോംപ്ലക്സ് ഒന്നും വരുന്നില്ല. നിങ്ങൾ ഈ ഒരു സാധനം, ഇത്രയും സാധനം നിങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് പോവുക, ഷുവർ ആയിട്ടും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്, സം ഓഫ് ടു നമ്പേഴ്സ് a പ്ലസ് ബി. സം ഓഫ് ടു നമ്പേഴ്സ് തന്നിട്ടുണ്ട് 59. പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 1150. നമുക്ക് 59 ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഗസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ നമുക്ക് ചോദിച്ചിരിക്കുന്ന സാധനം എന്താണ്, a² പ്ലസ് b². ഫൈൻഡ് ദ സം ഓഫ് ദെയർ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടൊരു സാധനമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി, ഇതിനെ സ്ക്വയർ ചെയ്താൽ മതി. ഇനി ആൾജിബ്രയുടെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കും, എങ്ങനെ ജസ്റ്റ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, a² പ്ലസ് b² എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, ഈക്വൽ ടു ഇതിന്റെ സ്ക്വയറെ -2 ടൈംസ് ab ചെയ്താൽ മതി കേട്ടോ. അതായത് 59² മൈനസ് 2 ഇൻറ്റു 1150. എന്നിട്ട് യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. 1 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഈ 1 അല്ലല്ലോ, 1 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഓക്കെ, 1 - 0 യൂണിറ്റ് ഡിജിറ്റ് ഓപ്ഷനകത്ത് 1 വരുന്നുണ്ടോ നോക്കിയാൽ മതി. അതൊക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് പറയും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. 59ന്റെ സ്ക്വയർ എത്ര വരും, 59ന്റെ സ്ക്വയർ എളുപ്പം കണ്ടുപിടിക്കാമല്ലോ. 59ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 59 പ്ലസ് 9, 9ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 81, 59 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 68, അതിന്റെ പകുതി 34, 81 മൈനസ് 1000, 2000, 2300, 1811. This is the answer. Okay. അതെങ്ങനെയാ ചെയ്തതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നോക്കുക. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, a² പ്ലസ് b² പ്ലസ് 2ab. ഇതാണ് ചോദിച്ചത്. ഇത് നമുക്ക് 2 പേർ തന്നിട്ടുണ്ട്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് 11ാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, a പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. a b c ഈക്വൽ ടു 12 തന്നിട്ടുണ്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, a³ പ്ലസ് b³ പ്ലസ് c³ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ആൾജിബ്രയിലെ സാധനമാണ്, നിങ്ങൾക്കറിയാമല്ലോ. a പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് നമ്മൾ ആൾജിബ്ര പഠിച്ചിട്ടുള്ളത്, a³ പ്ലസ് b³ പ്ലസ് c³ ഈക്വൽ ടു 3abc അല്ലേ. a³ പ്ലസ് b³ പ്ലസ് c³ ഈക്വൽ ടു 3abc. അപ്പൊ എന്തായിരിക്കും ആൻസർ, 3 × 12 ഈക്വൽ ടു 36. എത്ര സെക്കൻഡ് വേണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാം കേട്ടോ. a³ പ്ലസ് b³ പ്ലസ് c³ ഈക്വൽ ടു 3abc. ഈ സാധനം ചോദിച്ചത് കൊണ്ട് ഇനിയുള്ള ക്വസ്റ്റ്യൻസിലും ഈ സാധനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും വരും. അപ്പൊ ഇതിന്റെ ഒരു 3 വേരിയേഷനിലുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതാം. അപ്പൊ അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ. എന്താണ് ഇക്വേഷൻ, a³ പ്ലസ് b³ പ്ലസ് c³ മൈനസ് 3abc ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു a² പ്ലസ് b² പ്ലസ് c² മൈനസ് ab മൈനസ് bc മൈനസ് ac. ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ, a³ പ്ലസ് b³ പ്ലസ് c³ മൈനസ് 3abc ഈക്വൽ ടു ഹാഫ് ഇൻറ്റു a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് b മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് c മൈനസ് a ദ ഹോൾ സ്ക്വയർ.
ഈ ഇക്വേഷൻ, ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എപ്പോഴാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്? when the numbers are in AP, when the numbers are in AP. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ ഒരു വേരിയേഷനോടെ തരാം, കാരണം ഈ വേരിയേഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. a ക്യൂബ് പ്ലസ് c ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു എന്തെഴുതാം? a പ്ലസ് b പ്ലസ് c ഇൻറ്റു a പ്ലസ് b പ്ലസ് c ദ ഹോൾ സ്ക്വയർ മൈനസ് 3a ഇൻറ്റു ab പ്ലസ് bc പ്ലസ് ac. 3 ഇങ്ങ് വെളിയിലെടുത്താൽ മൈനസ് 3 ഇൻറ്റു ab പ്ലസ് bc പ്ലസ് ac. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷനും കൂടെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത നമുക്ക് ഷിഫ്റ്റ് 3 പോവാം.